സംസ്ഥാനത്ത് വീണ്ടും കോളറ മരണം. ആലപ്പുഴ തലവടി സ്വദേശി PG രഘുവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നിഷ ദിലീപ് ചേരുന്നു. നിഷ, പറയൂ. രോഹിണി, കോളറ ബാധിതനായിരുന്ന എടത്വ തലവടി സ്വദേശിയായ 48 വയസ്സുള്ള PG രഘു എന്നയാളാണ് ഇന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ 1:30 മരിച്ചത്. രഘുവിനെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോളറ ബാധിച്ചതോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇയാൾ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. അതിനിടെയാണ് ഇന്ന് പുലർച്ചെ 1:30 മരിച്ചത്. വൈകിട്ട് 3:30 ഇയാളുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ 8 മൃതദേഹം മോർച്ചറിയിൽ നിന്നും ഏറ്റുവാങ്ങി 9 തലവടി നീരേറ്റുപുറത്താണ് രഘുവിന്റെ വീട്. നീരേറ്റുപുറത്തെ വീട്ടിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തലവടിയിൽ കോളറ സ്ഥിരീകരിച്ചതായി ഉള്ള സൂചനകളെ തുടർന്ന് തലവടി പഞ്ചായത്തിൽ ആരോഗ്യ സ്ഥിരം സമിതി യോഗം ചേർന്നിരുന്നു. എന്തായാലും ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയം മുതൽ രഘുവിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. രഘുവിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നും രഘുവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. കോളറ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സമീപവാസികളുടെ ഒക്കെ കിണറുകളിൽ നിന്നും മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിരുന്നു. എന്തായാലും തലവടിയിൽ കോളറ സ്ഥിരീകരിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 48 വയസ്സുള്ള ആളാണ് ഇന്ന് പുലർച്ചെ 1:30 മരിച്ചത്. രോഹിണി.